അപ്പൊ ഗുഡ് ഈവനിങ്. ഇന്നലെ നമ്മൾ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഓഫ് മേജർ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ഓഫ് കേരളയിൽ ആദ്യത്തെ കുറെ മേജർ ക്രോപ്സിനെ പറ്റി പഠിച്ചു. ഇന്നിപ്പോ അതിന്റെ പാർട്ട് 2 ആണ്. ബാക്കിയുള്ള ക്രോപ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ കാഷ്യൂ, കൊക്കോ, പെപ്പർ, ജിഞ്ചർ, ടെർമറിക്, കാർഡമം ഇത്രേന്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്രോപ്പ് കാഷ്യൂ ആണ്. കാഷ്യൂവിന്റെ ഒറിജിൻ ബ്രസീലാണ്. ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ്, അതായത് കാഷ്യൂ ഭയങ്കര ഇന്റർനാഷണലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. അതായത് ട്രേഡിംഗിൽ, ഇന്റർനാഷണൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതുപോലുള്ള പരിപാടികളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ക്രോപ്പാണ് കാഷ്യൂ. ഇമ്പോർട്ടന്റ് ഡോളർ ഏർണിംഗ് ക്രോപ്പാണ്. ഓക്കെ, പക്ഷേ കാഷ്യൂ പ്രോസസ്സിങ്ങിലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതായത് പൊതുവേ നമുക്ക് ഡൊമസ്റ്റിക് റോനട്സിന്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്, വിയറ്റ്നാം, താൻസാനിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. പിന്നെ പുവർ ക്വാളിറ്റി ഓഫ് റോ കാഷ്യൂനട്സ്, നമുക്ക് കിട്ടുന്ന റോ കാഷ്യൂനട്സിന്റെ ക്വാളിറ്റി അത്ര നല്ലതല്ല. അതുപോലെ നല്ലപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ആയാലും അതിനുള്ള ഫാക്ടറി, അതിനുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ട് ആ ഒരു ഇൻഡസ്ട്രി. ഇൻആഡിക്വേറ്റ് സ്കിൽഡ് ലേബർ ഫോർ പ്രോസസ്സിംഗ്, സ്കിൽഡ് ലേബർ വേണ്ട ഒരു സാധനമാണ് കാഷ്യൂ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് ലേബർ ഇല്ല, ലേബർ കുറവാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ. അതുപോലെ സ്റ്റോറേജിന് ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതായത് സ്റ്റോറേജിന് ആവശ്യമായ ഫെസിലിറ്റീസ്, ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക, ഇതൊക്കെ പ്രശ്നങ്ങളാണ് കാഷ്യൂ പ്രോസസ്സിംഗിൽ. ഇനി കാഷ്യൂന്റെ ഹാർവെസ്റ്റിംഗിൽ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു 60 ദിവസമൊക്കെ കൊണ്ടാണ് ഒരു ഫ്രൂട്ട് ഉണ്ടായി മെച്ചുർ ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു 2 മാസമാണ്. നല്ല റൈപ്പ് ആവുന്ന സമയത്ത്, അതിന്റെ മുകളിലുള്ള പഴം നല്ലപോലെ റൈപ്പ് ആവുമ്പോഴാണ് നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഈൽഡ് എന്ന് പറയുന്നത് ഒരു 1 തൊട്ട് 45 കിലോഗ്രാം വരെ ഒരു ട്രീയിൽ, ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്. ഒരു ട്രീയിൽ നിന്ന് 1 to 45 കിലോഗ്രാം വരെയാണ് ഈൽഡ് കിട്ടുക. ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാഷ്യൂ ആപ്പിളിൽ നിന്ന് നട്ട്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. വെയിലത്തിട്ട് ഉണക്കുന്നത് അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് അതിന്റെ ഡ്രൈയിങ് ആൻഡ് സ്റ്റോറേജ്, ബാക്കി പരിപാടികൾ നോക്കാം. അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഒരു 7 to 10% വരെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്നത്. അത് ഒരു 2 to 3 days ഒന്നുകിൽ ഷെയ്ഡ് ഡ്രൈയിങ് ചെയ്യുക, അല്ലെങ്കിൽ സൺ ഡ്രൈയിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല വെന്റിലേഷൻ ഉള്ള റൂമിൽ സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയാണ് നട്ട്സിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഔട്ട് ടേൺ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഔട്ട് ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടിനെ, അതായത് നമ്മൾ ഈ കാണുന്ന നട്ട് നമ്മൾ കഴിക്കുന്ന രൂപത്തിൽ ആവണമെങ്കിൽ കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പൊ ആദ്യം ആ ഫ്രൂട്ടിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ആ നട്ടിനെ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ യൂസബിൾ ആയിട്ടുള്ള കേണൽസ് കിട്ടും. നമ്മൾ കഴിക്കുന്നതിന് കേണൽസ് എന്നാണ് പറയുന്നത്. അപ്പം ആ യൂസബിൾ കേണൽസിന്റെ നമ്പറിനെയാണ് ഔട്ട് ടേൺ എന്ന് പറയുന്നത്. ഇത് നമ്പർ ഓഫ് യൂസബിൾ കേണൽസ് ആഫ്റ്റർ ഡീഷെല്ലിംഗ് ദ നട്ട്സ്, അതാണ് ഔട്ട് ടേൺ എന്ന് പറയുന്നത്. ഇനി നട്ട് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് നട്ട്സ് ഇൻ ദ സാമ്പിൾ ബൈ ദ വെയിറ്റ്. അതായത് ഒരു സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സാമ്പിളിന്റെ വെയിറ്റിനെ അതിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നട്ട് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോറി, തിരിച്ചാണ്, നമ്പറിനെ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നട്ട് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട് ടേണും നട്ട് കൗണ്ടും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ടേംസ് ആണ്. നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. നട്ട്സിന്റെ പ്രോസസ്സിങ്ങിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ റോ നട്ട്സിൽ നിന്ന് നമ്മൾ എഡിബിൾ കേണൽസിനെ എടുക്കുകയാണ്. അതിൽ പല മാനുവൽ മെത്തേഡ്സും മെക്കാനിക്കൽ മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അതിൽ വരുന്ന സ്റ്റെപ്പുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1 മോയ്സ്ചർ കണ്ടീഷനിങ്, 2 റോസ്റ്റിംഗ്, 3 ഷെല്ലിംഗ്, പിന്നെ കേണൽ ഡ്രൈയിങ്, അത് കഴിഞ്ഞാൽ പീലിംഗ്, ഹ്യൂമിഡിഫിക്കേഷൻ, ഗ്രേഡിംഗ് ആൻഡ് പാക്കിംഗ്. ഇത്രയാണ്. നമുക്ക് ഇനി അത് ഓരോന്നോരോന്നായിട്ട് നോക്കണം. ആദ്യത്തെ പരിപാടിയാണ് മോയ്സ്ചർ കണ്ടീഷനിങ്. മോയ്സ്ചർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നു. സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒരു 24 തൊട്ട് 28 മണിക്കൂർ വരെ അതിനെ അങ്ങനെ മോയ്സ്റ്റ് ആക്കി തന്നെ വെച്ചിരിക്കും. അതിനെയാണ് മോയ്സ്ചർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള മോയ്സ്ചർ ലെവൽ 15 to 20% ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോസസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സാണ് റോസ്റ്റിംഗ്. വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സാണ് റോസ്റ്റിംഗ്. എന്തിനാണ് റോസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഷ്യൂവിന്റെ കേണലിനെ ഷെല്ലിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരാൻ വേണ്ടി, ആ ഷെല്ലിനെ കുറച്ചുകൂടെ ഒന്ന് ബ്രിട്ടിലാക്കി അതിൽ നിന്ന് കേണൽ എളുപ്പം ഇളകി വരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് റോസ്റ്റിംഗ്.
മെത്തേഡ്സ് ഓഫ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓപ്പൺ പാൻ മെത്തേഡ് ഉണ്ട്, ഡ്രം റോസ്റ്റിംഗ് ഉണ്ട്, ഓയിൽ ബാത്ത് റോസ്റ്റിംഗ് ഉണ്ട്, സ്റ്റീം ബോയിലിംഗ് ഉണ്ട്. നമുക്ക് ഓരോ മെത്തേഡായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്പൺ പാൻ മെത്തേഡ് എന്ന് പറയുന്നത് തീ കത്തിച്ച് വെച്ചിട്ട് അടുപ്പിന്റെ മേലെ ഓപ്പൺ ആയിട്ട് പാൻ വെക്കുന്നു. ആ പാനിൽ സുഷിരങ്ങൾ കാണും. അതിനകത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഓപ്പൺ പാൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ഫ്യൂംസ് വരും, ഇറിറ്റന്റ് ആയിട്ടുള്ള കുറച്ച് ഫ്യൂംസ് വരും. നമുക്ക് ഇതില് അയൺ പോട്ട്, എർത്തൺ പോട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, ഈ ഇതില് സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഷ്യനട്ട് ഷെൽ ലിക്വിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ നട്ടിനകത്ത്. അപ്പം അതിൽ നിന്ന് അത് കരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇത് കത്തിപ്പോവാനാണ്, ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇത്രയും ചൂടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നട്ട്സിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കോൺസ്റ്റന്റ് ആക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയിലുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഈ പാനിൽ നിന്ന് റിമൂവ് ചെയ്ത് കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചൂടോടുകൂടി തന്നെ ഈ നട്ട്സിനെ നമ്മൾ ആഷിൽ പൊതിയാണ് ചെയ്യുന്നത്. ആഷ് ചാരം വെച്ച് പൊതിഞ്ഞു വെക്കും. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഹോൾ കേണൽ റിക്കവറി കിട്ടുന്ന മെത്തേഡ്. ഓപ്പൺ പാൻ മെത്തേഡിലാണ് ഹോൾ കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന കഷ്നട്ട് ഒറ്റ ഇതായിട്ട് ഇങ്ങനെ 2 കേണൽസ് ഒരുമിച്ചിരിക്കുന്നത്, അതിനെയാണ് ഹോൾ കേണൽ എന്ന് പറയുന്നത്. ആ റിക്കവറി ഏറ്റവും കൂടുതൽ ഈ മെത്തേഡിലാണ് ഉള്ളത്. അടുത്ത മെത്തേഡ് നോക്കൂ. അടുത്ത മെത്തേഡാണ് ഡ്രം റോസ്റ്റിംഗ്. ഇതെന്താ സംഭവിക്കുന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ഡ്രംസ് ഉണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രം ഉണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തും ഇത് തന്നെയാണ് പ്രോസസ്സ്. അതായത് ചൂട് നമ്മൾ അടിയിൽ നിന്ന് കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ മാനുവലി ഒന്നും ചെയ്യേണ്ട, അത് തന്നെ ഇങ്ങനെ കറങ്ങണം. ഒരു 3 to 5 minutes ഒക്കെ എടുക്കും. അത് കഴിഞ്ഞ് ഇതുപോലെ റോസ്റ്റഡ് നട്ട്സിനെ എടുത്ത് ആഷിൽ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഷെല്ല് പൊട്ടി ആ ഒരു ബ്രിട്ടിൽ ഫോമിൽ ആകുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് കേണൽ എടുക്കും. ഇതിലെ ഹോൾ കേണൽ ഔട്ട് എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഈ മെത്തേഡിലും നല്ല എഫിഷ്യൻസി ഉണ്ട് ഔട്ട് ടേണില്. കുറച്ചും കൂടെ നല്ല കളർ ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന കേണൽസിന്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂനട്ട് ഷെൽ ലിക്വിഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് മൊത്തത്തിൽ നശിച്ചു പോകും ഈ ഒരു മെത്തേഡിൽ എടുക്കുകയാണെങ്കിൽ. അല്ലാതെ ഈ ലിക്വിഡ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അതിന് എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഈ ഒരു റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ, ഈ ഒരു ഡ്രം റോസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും അത് നശിച്ചു പോകും. ഈ അടുത്തൊരു മെത്തേഡാണ് ഓയിൽ ബാത്ത് റോസ്റ്റിംഗ്. ഓയിൽ ബാത്ത് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓയിൽ ബാത്ത് റോസ്റ്റിംഗ് അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മെത്തേഡ് എന്ന് പറയുന്നത് CNSL, അതായത് കാഷ്യൂനട്ട് ഷെൽ ലിക്വിഡ് തന്നെ ഉള്ള ഒരു ബാത്ത് ഉണ്ട്. അതായത് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചേക്കുന്ന പോലെ ഈ സാധനം നിറച്ച് വെച്ചേക്കുന്ന ഒരു പാത്രം എന്ന് വിചാരിക്കുക. കൺവെയർ ബക്കറ്റ്സിലാണ്. അതില് 170 to 200 ഡിഗ്രീസ് അത്രയും വലിയ ടെമ്പറേച്ചറിൽ ഇതിനകത്തൂടെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആകുമ്പോഴത്തേക്കും ആ ഷെല്ലിൽ ചൂട് വരികയും ആ ഓയില് പിന്നെയും ആ ബാത്തിലേക്ക് തന്നെ ഇറങ്ങും. അപ്പൊ നമുക്കത് പിന്നെയും ഉപയോഗിക്കാൻ പറ്റും. ഈ മെത്തേഡിന്റെ ഒരു പ്രത്യേകത അതാണ്. ഈ CNSL എന്ന് പറയുന്ന സാധനത്തിന്റെ റിക്കവറി ഉണ്ട് ഈ ഒരു മെത്തേഡിൽ. അത്രേ ഉള്ളൂ. അതാണ് ഓയിൽ ബാത്ത് റോസ്റ്റിംഗ്. അടുത്തത് സ്റ്റീം ബോയിലിംഗ് ആണ്. സ്റ്റീം ബോയിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റീം പാസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് ഒക്കെ നല്ലപോലെ സ്റ്റീം പാസ് ചെയ്യും. എന്നിട്ട് ഇതിനെ തണുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഷെല്ല് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള മെത്തേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇതിലാണ് ഏറ്റവും നല്ല ടേൺ ഔട്ടും നല്ല അപ്പിയറൻസും. ഹോൾ കേണൽസിന്റെ നല്ല അപ്പിയറൻസും നല്ല ടേൺ ഔട്ടും ഈ മെത്തേഡിലാണ്. അതുപോലെ ഇതിൽ കഴിയുമ്പോൾ നമുക്ക് CNSL റിക്കവറി ചെയ്യാൻ പറ്റും. അത് നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ്. അപ്പൊ നല്ല പ്രൈസിൽ വിൽക്കാനും പറ്റും. അപ്പം ഈ ഒരു സ്റ്റീം ബോയിലിംഗ് മെത്തേഡാണ് ഇപ്പൊ നമ്മൾ കണ്ട മെത്തേഡ്സിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയാൻ പറ്റുന്ന റോസ്റ്റിംഗ് മെത്തേഡ് സ്റ്റീം ബോയിലിംഗ് ആണ്. അതിന് കാരണം നല്ല ടേൺ ഔട്ടും ഹോൾ കേണൽസിന്റെ അപ്പിയറൻസും നല്ലതാണ് ബാക്കിയുള്ള മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ അതിന്റെ CNSL റിക്കവറി കൂടുതലാണ്. 75% റിക്കവർ ചെയ്യാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള CNSL കിട്ടും. ഇനി അടുത്ത പ്രോസസ്സ് വരുന്നത് ഷെല്ലിംഗ് ആണ്. ഇപ്പൊ നമ്മള് മോയ്സ്ചർ കണ്ടീഷനിങ് ആദ്യം അത് ചെയ്തു, കണ്ടീഷനിങ് ചെയ്തു, അത് കഴിഞ്ഞ് റോസ്റ്റിംഗ് ചെയ്തു. അടുത്ത പ്രോസസ്സാണ് ഷെല്ലിംഗ്. ഷെല്ലിംഗ് എന്ന് പറയുന്നത് മാനുവൽ ഷെല്ലിങ്ങും ഉണ്ട്, മെക്കാനിക്കൽ ഷെല്ലിങ്ങും ഉണ്ട്. മാനുവൽ ഷെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർ മാനുവലി ചെയ്യുന്നതാണ്. അതായത് വർക്കേഴ്സ് അവരുടെ കയ്യിൽ ഒരു ഇങ്ങനെ എന്താണ് മറ്റേ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ആ ഹാമർ പോലത്തെ സാധനം, ആ മാലറ്റ്സ്, അത് വെച്ചിട്ട് ഇങ്ങനെ തട്ടി അതിന്റെ ഷെല്ലിളക്കും.
അങ്ങനത്തെ പരിപാടിയുണ്ട്. അതാണ് മാനുവൽ ഷെല്ലിങ്. മെക്കാനിക്കൽ ഷെല്ലിംഗ് ഉണ്ട്. മെക്കാനിക്കൽ ഷെല്ലിങ്ങിൽ എങ്ങനെന്താ സംഭവിക്കുന്നത്, ഷെല്ലിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കേണൽ അതിനകത്തുനിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ഈ കിട്ടുന്ന കേണൽസ് ഈ CNSL ആ ഒരു ലിക്വിഡുമായിട്ട് കുറെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അതിനൊരു വേറൊരു കയ്പാണ്. അപ്പൊ അതുകൊണ്ടാണത് അത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഷെല്ലിംഗ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഷെല്ല് ചെയ്ത് ആ കേണൽസ് പുറത്തെടുത്തിരിക്കുകയാണ്. അടുത്ത പ്രോസസ്സാണ് ഡ്രൈയിങ്. ഡ്രൈയിങ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കാനാണ്. 2 to 4% വരെ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കണം. അതുപോലെ അതിലൊരു ടെസ്റ്റ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വേറൊരു തോടാണ്. അതും കൂടെ ഒന്ന് ലൂസ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈയിങ് ചെയ്യുന്നത്. പൊതുവെ ഉപയോഗിക്കുന്നത് ബോർമ ഡ്രയർ ആണ്. അതായത് അതിനകത്ത് ട്രേസ് ഉണ്ട്, ഈ ഫോട്ടോ കാണിച്ചിരിക്കുന്ന പോലെ. അതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ 70 to 100 ഡിഗ്രി സെൽഷ്യസ് ഒരു 6 to 12 അവേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡ്രൈയിങ്ങും അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂളിങ്ങും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ഒന്ന് ലൂസ് ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിന് എളുപ്പമാണ് ടെസ്റ്റ് ഇളക്കാനായിട്ട്. അതുപോലെ നല്ല വൈറ്റ് കളർ, കേണലിന് നല്ല വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നീടുള്ള ആ ഒരു പ്രോസസ്സുകളിൽ അതിന്റെ ഒരു ബ്രേക്കേജ്, അതായത് പൊട്ടിപ്പോവാതിരിക്കാൻ ആ ഒരു കേണൽ നല്ലപോലെ ഇരിക്കാനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഈ ഒരു ഡ്രൈയിങ് മെത്തേഡിനുണ്ട്. ഇപ്പൊ ഡ്രൈയിങ് ചെയ്തു കഴിഞ്ഞു. അടുത്ത പ്രോസസ്സാണ് പീലിംഗ്. പീലിംഗ് എന്ന് പറയുന്നത് കേണലിൽ നിന്ന് ടെസ്റ്റേ ഇളക്കി കളയുന്ന പ്രോസസ്സാണ് പീലിംഗ്. അപ്പം അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ടെസ്റ്റേ ഇളക്കി കളയുന്നതാണ് പീലിംഗ്. ഇനി അടുത്തത് ഹ്യൂമിഡിഫിക്കേഷൻ ആണ്. അതായത് പീൽ ചെയ്ത കേണൽസിനെ എടുക്കുക, അതല്ലേ ഒന്നുകിൽ റൂമിലോ അല്ലെങ്കിൽ ഹ്യൂമിഡിഫയറിലോ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇടുന്നു. അത് എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേഡിങ് ചെയ്യുന്ന സമയത്ത് നട്ട്സ് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്നത്. എന്നാലും മോയ്സ്ചർ കണ്ടന്റ് 5% കൂടാനായിട്ട് പാടില്ല എന്നാണ്. നേരത്തെ ഡ്രൈയിങ് ചെയ്തപ്പോൾ 2 to 4 ആക്കി കുറച്ചതാണ്. പിന്നീട് നമ്മൾ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ കുറച്ച് മോയ്സ്ചർ അത് അബ്സോർബ് ചെയ്യും. മോയ്സ്ചർ കണ്ടന്റ് എന്നാലും 5% കൂടാൻ പാടില്ല എന്നാണ്. ഇനി അടുത്ത പരിപാടിയാണ് ഗ്രേഡിങ്. ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പല പല ഇതിന്റെ ബേസിസിലുണ്ട്. ഇപ്പം ക്യാഷ്യൂന്റെ കാര്യത്തിൽ സൈസ്, കളറൊക്കെ ബേസിസിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ആക്ട് പ്രകാരമാണ് ഗ്രേഡ്സ് ഉള്ളത്. മൊത്തം 26 ഗ്രേഡ്സ് ആണുള്ളത്. ചില ഗ്രേഡ്സ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ വൈറ്റ് ഹോൾസ് എന്ന് പറയുന്നത് വെള്ള കളറിൽ ഹോൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ സ്കോർച്ച്ഡ് ഹോൾസ് ഉണ്ട്. അതുപോലെ അത് കുറച്ചുകൂടെ സ്കോർച്ച്ഡ് ഹോൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്കർ കളർ ആയിരിക്കും. പിന്നെ ഡിസേർട്ട് ഹോൾസ്, സ്കോച്ച്ഡ് പീസസ് ഉണ്ട്, ഡിസേർട്ട് പീസസ് ഉണ്ട്, അങ്ങനെ പല പല ഇതുണ്ട്. ഇനി സൈസ് ഗ്രേഡിങ് വരുമ്പോഴത്തേക്കും പൊതുവെ അത് നമ്പർ ഓഫ് കേണൽസ് പെർ പൗണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത്. ഒരു പൗണ്ടിൽ എത്ര നമ്പർ ഓഫ് കേണൽസ് ഉണ്ടെന്നതിനനുസരിച്ചാണ് അതിനെ സൈസ് ചെയ്യുന്നത്. ഇപ്പം W180 എന്ന് പറയുന്നതാണ് കിങ് സൈസ്, W210 എന്ന് പറയുന്നത് ജംബോ സൈസ്. അതുപോലെ ഒരുപാട് സൈസുകളുണ്ട്. W240, 320, 450, അങ്ങനെ പല സൈസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കിങ്ങും ജംബോയും സൈസും ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഗ്രേഡിങ്ങും ചെയ്തു. ഇനി നമുക്ക് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൻ കണ്ടെയ്നേഴ്സിലാക്കും. ടിൻ കണ്ടെയ്നേഴ്സിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ എന്താ പറയാ, അതിനകത്തുള്ള എയറിനെ കളയണം. ഓക്സിജനെ കളഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ല് ചെയ്ത് ആണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോ കൂടുതലായിട്ടും ഈ വാക്വം പാക്കിംഗ് ആണ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മാക്സിമം എയറും സക്കിയത് എടുത്തിട്ട് അത് മാക്സിമം വാക്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതായത് മാക്സിമം കേണൽസിനെ ഒരു കവറിനകത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാക്വം പാക്കേജിങ് ചെയ്യുന്നത്. ഇതൊക്കെ പാക്കേജിങ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വിറ്റ പാക്ക് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. ഈ എന്താ ഓക്സിജനെ മാറ്റിയിട്ട് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കയറ്റാനായിട്ടുള്ള മെഷീൻസ് ഉണ്ട്, കയറ്റിയിട്ട് സീൽ ചെയ്യുന്ന മെഷീൻസ്. പിന്നെ ഇനി ഇപ്പൊ പാക്കിംഗ് ആണ്. ഇപ്പൊ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. കാഷ്യൂനട്ടിന്റെ ഫുൾ എന്താ പറയാ, ഫുൾ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട്. കാഷ്യൂ കേണൽ ഫ്ലോർ, ഓയിൽ, ബട്ടർ, പിന്നെ ചോക്ലേറ്റ്, സൂപ്പ് പൗഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടിന്റെ കുറച്ച് ബൈ പ്രോഡക്ട്സ് നോക്കാം. അതിലൊന്നാണ് CNSL. CNSL എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാഷ്യൂനട്ട് ഷെൽ ലിക്വിഡ് ഉണ്ട്, ഷെല്ലിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമാണ്. അതിനകത്ത് അനക്കാർഡിക് ആസിഡ് ആണ് ഉള്ളത്.
അതിൽ 90% അനക്കാൻഡിക് ആസിഡും കാർഡനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഹീറ്റിങ്ങിന്റെ സമയത്ത്. അതൊരു ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് CNS. പിന്നെ അടുത്തതാണ് കാഷ്യൂ ആപ്പിൾ. കാഷ്യൂ ആപ്പിൾ അറിയാലോ, മുകളിലുള്ള ഫ്രൂട്ട് ആണ്. കാഷ്യൂ നട്ടിന്റെ മുകളിലത്തെ ഫ്രൂട്ടിനെയാണ് കാഷ്യൂ ആപ്പിൾ എന്ന് പറയുന്നത്. കാഷ്യൂ ആപ്പിള് അതിൽ നിന്ന് ഒരുപാട് ജാം, സിറപ്പ്, സ്ക്വാഷ്, വൈൻ, ഫെനി പോലത്തെ ഒരുപാട് പോസ്റ്റ് ഹാർവസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത്രയാണ് നമുക്ക് കാഷ്യൂ നട്ടിനെ പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്രോപ്പിലേക്ക് കിടക്കാം. അടുത്തതാണ് കൊക്കോ. കൊക്കോയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ അതുപോലെ ചോക്ലേറ്റ്സിന് ഒരു ഭയങ്കര വേൾഡ് വൈഡ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. വേൾഡ് വൈഡ് അതിനൊരു ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന ട്രീയിൽ നിന്ന് കിട്ടുന്ന കൊക്കോ എങ്ങനെയാണ് നമ്മളെ കയ്യിലിരിക്കുന്ന ചോക്ലേറ്റ് ആയിട്ട് മാറുന്നത്, നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാം. ഹാർവെസ്റ്റിംഗ് ആണ് ആദ്യം. ഹാർവെസ്റ്റിങ്ങിന് ഒരു പോഡ് ഉണ്ടായി ഒരു 5 to 6 months എടുക്കും. അത് ഫെർട്ടിലൈസേഷൻ നടന്നത് റൈപ്പനിങ് വരെ എത്താനായിട്ട്. നല്ലപോലെ റൈപ്പൻഡ് ആയിട്ടാണ് പൊതുവെ അത് പൊട്ടിക്കാറ്. 5 to 6 months ആണ് എടുക്കുന്നത്. അതിന്റെ മെച്യൂരിറ്റി പറയുന്നത് പെർട്ടിക്കുലർലി അതൊരു എന്താ ഫറോസ് ഉള്ള, അതായത് ആ കായ ഇപ്പൊ ഈ ഫോട്ടോയിൽ തന്നെ നോക്കിയാൽ അതിനിങ്ങനെ റിഡ്ജസ് ആൻഡ് ഫറോസ് ആയിട്ടാണ് അതിന്റെ ആ സർഫസ് ഉള്ളത്. അപ്പൊ അതിന് സൈഡ് ആ ഫറോസിലും കൂടെയൊക്കെ ഓറഞ്ച് യെല്ലോ കളർ ആവുമ്പോഴാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഹാർവെസ്റ്റിംഗ് ഒരു 10-15 ദിവസത്തെ ഇന്റർവെല്ലിൽ വേണമെങ്കിൽ നമുക്ക് 10-15 ദിവസത്തെ ഇന്റർവെല്ലിൽ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, എന്താണ് കൊക്കോയിൽ ഇക്കണോമിക് പാർട്ട്. ഇക്കണോമിക് പാർട്ട് ഓഫ് കൊക്കോ എന്ന് പറയുന്നത് കൊക്കോ കേണൽസ് ഓർ നിബ്സ് എന്ന് പറയും. എന്താണ് അതെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാം. ഇനി കൊക്കോയുടെ പ്രോസസ്സിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് പ്രീ ഫെർമെന്റേഷൻ. പ്രീ ഫെർമെന്റേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത പോഡ്സിനെ നമ്മൾ ഒരു 2 ദിവസമെങ്കിലും ഓപ്പൺ ചെയ്യാതെ വച്ചേക്കും. അത് എന്തിനാന്ന് പൊട്ടിക്കാതെ വെച്ചേക്കും. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രീ ഫെർമെന്റേഷൻ ആക്ടിവിറ്റി നടക്കും. അതായത് ഒരു പോഡ് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഉള്ളത് കുറച്ച് ബീൻസ് കാണും. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 25 to 45 ബീൻസ് വരെ കാണും. അതിന് ചുറ്റും ഒരു വൈറ്റ് കളർ പൾപ്പായിരിക്കും. അതിനെ മ്യൂസിലേജ് എന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ഫെർമെന്റേഷന് ഒരു തുടക്കം, മുന്നോടിയായിട്ടൊരു പ്രോസസ്സ് എന്ന പോലെ അത് നാച്ചുറലി നടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കീപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാ ഇത് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹാർഡ് സർഫസിൽ ഇങ്ങനെ തേങ്ങയൊക്കെ ഉടയ്ക്കണ പോലെ ഉടച്ചാണ് അത് പൊട്ടിക്കുന്നത്. പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള ബീൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബീൻസ് ഇങ്ങനെ പൾപ്പോട് കൂടി ഇരിക്കുന്ന, മ്യൂസിലേജോട് കൂടി ഇരിക്കുന്ന ബീൻസിനെ വെറ്റ് ബീൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മളെ കയ്യിൽ വെറ്റ് ബീൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഈ ബീൻസിനെ പ്രോസസ്സിങ് ചെയ്യണം. ഒരുപാട് പ്രോസസ്സുകളാണുള്ളത്. അതിനകത്ത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി പ്രോസസ്സിങ് വരുന്നുണ്ട്. പ്രൈമറി പ്രോസസ്സിങ്ങിനകത്ത് വെറ്റ് ബീൻസിനെ ഫെർമെന്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്യുന്നു. സെക്കൻഡറി പ്രോസസ്സിനകത്ത് ഡ്രൈഡ് ബീൻസിനെ കൊക്കോ മാസ് ആക്കി മാറ്റും. അത് കഴിഞ്ഞ് കൊക്കോ മാസിനെ കൊക്കോ ബട്ടർ ആൻഡ് പൗഡർ ആക്കി മാറ്റും. ഇപ്പം നമ്മളെ കയ്യിലുള്ളത് കൊക്കോ ബട്ടർ ആൻഡ് കൊക്കോ പൗഡർ ആണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പ്രോസസ്സ്, അതായത് ടെറിഷറി പ്രോസസ് ആണ് ചോക്ലേറ്റ് അല്ലെങ്കിൽ മറ്റു പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ആദ്യത്തെ പരിപാടിയാണ് ഫെർമെന്റേഷൻ. പ്രൈമറി പ്രോസസ്സിങ്ങിലാണ് വരുന്നത്. അതായത് നമുക്കിപ്പോ കിട്ടിയ വെറ്റ് ബീൻസിനെ, അതായത് മ്യൂസിലേജോട് കൂടി ഇരിക്കുന്ന റോ ബീൻസിനെ നമ്മളൊരു 4 തൊട്ട് 6 ദിവസം വരെ ഓൾട്ടർനേറ്റ് ദിവസം ഇളക്കി നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ കൂട്ടിയിട്ടേക്കുക. അത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ ഇളക്കി കൊടുക്കും ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പൊ ആ സമയത്ത് അതിനകത്തൊരു ചൂടുണ്ടാവും. ആ ചൂടുണ്ടാവുന്ന സമയത്താണ് കെമിക്കൽ ചേഞ്ചസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ആ ചൂട് ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇനി ഫെർമെന്റേഷനിൽ എന്താണ് ഇതിന്റെ പ്രാധാന്യം, അതായത് ഈ കൊക്കോയുടെ പ്രോസസ്സിങ്ങിൽ ഫെർമെന്റേഷന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അതിൽ ആ പൾപ്പ് ഉണ്ടല്ലോ, മ്യൂസിലേജ്, അത് അത് പോവാൻ വേണ്ടിയിട്ടും, പിന്നെ ആ കൊക്കോയ്ക്ക് ഒരു ഫ്ലേവർ ആൻഡ് അരോമ ഡെവലപ്പ് ചെയ്യാനും, അതിന്റെ ബിറ്റർനെസ്, അതായത് റോ ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ബിറ്റർ ആണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ അതിനകത്തുള്ള ഒരു എംബ്രിയോ ഉണ്ട്, അതൊരു സീഡാണല്ലോ, അപ്പൊ അതിനകത്തൊരു എംബ്രിയോ ഉണ്ട്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, പിന്നെ അതിന്റെ ടെസ്റ്റ എന്ന് പറയുന്നത് ഒരു ലെയറും കൂടെ ഉണ്ട്, ആ ലെയർ ലൂസൻ ചെയ്യാൻ വേണ്ടി. ഇത്രയാണ് ഫെർമെന്റേഷന്റെ ഒരു പ്രാധാന്യം. അപ്പം ഫെർമെന്റേഷന്റെ സമയത്ത് ഈ ഒരു പൾപ്പ് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി ഇതിങ്ങനെ ഒലിക്കാൻ തുടങ്ങും. അതായത് ഇങ്ങനെ അത് കുറച്ച് ലൂസായി അത് വെള്ളം പോലെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അതിനെ സ്വെറ്റിംഗ് എന്നാണ് പറയുന്നത്.
സാധാരണ ഒരു 24 to 36 hours ഫെർമെന്റേഷന്റെ തുടക്കത്തിൽ ഒരു 24 to 36 hours തന്നെ ഈ ഒരു സ്വെറ്റിംഗ് കംപ്ലീറ്റ് ആവും. എന്തൊക്കെയാണ് ഫെർമെന്റേഷന്റെ സമയത്ത് നടക്കുന്ന ചേഞ്ചസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പൾപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ 80%, ഷുഗർ 10 to 15%, സിട്രിക് ആസിഡ് ഉണ്ട്. ഇതിനകത്ത് ഷുഗർ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ആക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഈസ്റ്റ് ആണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഈസ്റ്റ് ഇതിലുള്ള ഷുഗറിനെ ആൽക്കഹോൾ ആക്കി മാറ്റും. ആൽക്കഹോൾ ആക്കി മാറ്റുമ്പം എന്താ സംഭവിക്കുക, അവിടെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഈ സെൽ സാപ്പ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ഈ ഇങ്ങനെ പൾപ്പായിരിക്കുന്ന സാധനം ഇങ്ങനെ ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ സയൻസ് വരുന്നത്. ഇതാണ് ഫെർമെന്റേഷന്റെ തുടക്കത്തിൽ സംഭവിക്കുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഓക്സിജൻ കുറഞ്ഞു, അവിടെ അനറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ, എയർ അല്ലാതെ അനറോബിക് ബാക്ടീരിയയുടെ ഒരു ഇത് വരും. അപ്പത്തേക്ക് എന്ത് സംഭവിക്കും, അവിടെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് ആക്ട് ചെയ്യുന്നത്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ വന്നിട്ട് ഇതിന്റെ ഈ ഒരു ഷുഗറിന്റെ ബ്രേക്ക് ഡൗണിനെ തടയുകയാണ് ചെയ്യുന്നത്. ഷുഗറിന്റെ ബ്രേക്ക് ഡൗണിനെ തടയാൻ തുടങ്ങും. ഷുഗറിന്റെ ബ്രേക്ക് ഡൗണിനെ തടയുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, ഓർഗാനിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കുറച്ച് ഡീറ്റെയിൽ ആണ്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ സ്വെറ്റിംഗ് നടക്കുന്നു, അപ്പൊ പൾപ്പ് വാഷ് ഔട്ട് ആവുന്നു, പൾപ്പും സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു, അവിടെ എയറോബിക് കണ്ടീഷൻ ആവുന്നു, അസിഡിറ്റി കുറയുന്നു. ഇതിങ്ങനെ തിരിച്ചു മറിച്ച് നടന്നുകൊണ്ടേയിരിക്കും ഈ പ്രോസസ്സ്. ഓക്കെ, ഇതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താ, ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പം ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയും അസിഡിറ്റി കൂടുകയും ചെയ്യും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അതിനകത്തുള്ള എംബ്രിയോസ് ചത്തുപോകും. അതായത് ഡെത്ത് ഓഫ് ദ ബീൻസ് ആണ് നടക്കുന്നത്. പിന്നെ ബീൻസിന്റെ പുറത്തുള്ള മെറ്റീരിയൽസ് അകത്തോട്ട് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം അതുപോലെ അസറ്റിക് ആസിഡ് എന്ത് ചെയ്യും, ടെസ്റ്റ ബ്രേക്ക് ഡൗൺ ചെയ്യും. ടെസ്റ്റ എന്ന് പറയുന്നത് കട്ടിയുള്ള ഒരു തോടായിരുന്നു. അപ്പൊ ഈ ആസിഡിന്റെ പ്രസൻസിൽ അത് ബ്രേക്ക് ഡൗൺ ആവാൻ തുടങ്ങും. എന്നിട്ട് സെല്ലിൽ നിന്നുള്ള അകത്തുനിന്നുള്ള സാധനങ്ങൾ വെളിയിലോട്ട് വരികയും അതെല്ലാം കൂടെ മിക്സ് ആയി ഒരു റിയാക്ഷൻ നടക്കും. മൊത്തത്തിൽ ഈ ഒരു റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ബിറ്റർനെസ് അങ്ങ് കുറയും. ബിറ്റർനെസ് കുറഞ്ഞിട്ടാണ് അവിടെ ഒരു അരോമ ക്രിയേറ്റ് ചെയ്യുന്നത്. ബിറ്റർനെസ് കുറയുകയും അരോമ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ ഫലത്തിൽ അവിടെ അമിനോ ആസിഡ്സ് ഉണ്ടായി, ഷുഗർ ഉണ്ടായി, ഒരു അരോമ ക്രിയേറ്റ് ആയി. അപ്പം വേറൊന്നും നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. ഫെർമെന്റേഷൻ പ്രോസസ്സിൽ നടക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആക്ട് ചെയ്യുന്നത് ഈസ്റ്റ് ആണ്, പിന്നാലെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആക്ട് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ആക്ഷൻ കാരണം അതിനകത്ത് അസിഡിറ്റി കൂടും, അസിഡിറ്റിയും കൂടും, ടെമ്പറേച്ചറും കൂടും. അതിന്റെ ഫലമായിട്ട് ഡെത്ത് ഓഫ് ബീൻസ് സംഭവിക്കും. അതിന്റെ മെംബ്രെയിൻ പെർമിയബിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ടെസ്റ്റ ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനകത്തുള്ള സാധനങ്ങൾ പുറത്തോട്ട് വരും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് അതിന്റെ ബിറ്റർനെസ് കുറയുകയും ആ ഒരു കൊക്കോയുടേതായ ഒരു അരോമ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ അരോമ ഉണ്ടാവാനുള്ള കാരണം അമിനോ ആസിഡ്സും ഷുഗേഴ്സും ആണ് അവിടെ ഉണ്ടായത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഈ ഫെർമെന്റേഷൻ തന്നെ പല രീതിയിലാണ് ചെയ്യുന്നത്. അതായത് നാച്ചുറലി നടക്കുന്നത് ഇതാണെങ്കിലും നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് എടുക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ മെത്തേഡാണ് ഹീപ്പ് മെത്തേഡ്. ഹീപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെറ്റ് ബീൻസിനെ എടുത്തിട്ട് ഇങ്ങനെ വാഴയില വിരിച്ചിട്ട് അതിലിങ്ങനെ കൂട്ടിയിടും, കൂന കൂട്ടിയിടും. എന്നിട്ട് ഇതിനെ വാഴയില വെച്ച് തന്നെ പൊതിഞ്ഞു വെക്കും. എന്നിട്ട് ഒരു രണ്ടാമത്തെ ദിവസം ആദ്യം വാഴയില വെച്ച് പൊതിയും, രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ ചാക്ക് വെച്ചിട്ടാണ് പൊതിയുന്നത്. അത് കഴിഞ്ഞ് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഒരു 6 ദിവസമാണ് എടുക്കുന്നത് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട്. 7ാമത്തെ ദിവസം നമുക്ക് ഡ്രൈയിങ്ങിന് വേണ്ടി ബീൻസിനെ എടുക്കാൻ സാധിക്കും. ഇതാണ് ഹീപ്പ് മെത്തേഡ്. അടുത്ത മെത്തേഡാണ് ബോക്സ് മെത്തേഡ്. അതായത് ഹീപ്പ് ചെയ്യുന്നതിന് പകരം ബോക്സിനകത്താക്കുന്നു. ഇതിന് പ്രത്യേകമായിട്ടുള്ള ലെങ്ത്തും വിഡ്ത്തും ഒക്കെയുള്ള ഹൈറ്റും ഒക്കെ ഉള്ള ബോക്സ് ഉണ്ട്, അതിനകത്തേക്ക് ആക്കും. ഈ ബോക്സിന്റെ താഴെയായിട്ട് ഹോൾസ് കാണും. അപ്പൊ ആ സ്വെറ്റിംഗ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് പുറത്തോട്ട് പോകും അതുവഴി. ഇതും അതുപോലെ ബനാന ലീവ്സ് വെച്ചിട്ട് വാഴയില വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാക്സ് വെച്ചിട്ട് കവർ ചെയ്യാം. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനും ഒരു 6 ദിവസമാണ് വേണ്ടത്. 3ാമത്തെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇളക്കി കൊടുക്കണം. അപ്പൊ ബോക്സ് മെത്തേഡിനും 6 ദിവസമാണ് വേണ്ട. അടുത്ത മെത്തേഡാണ് ട്രേ മെത്തേഡ്. ട്രേ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 90 സെന്റിമീറ്റർ 60 സെന്റിമീറ്റർ 13 90/60/13 എന്ന് പറയുന്ന ഡയമെൻഷൻസ് ഉള്ള ട്രേസിനകത്തേക്ക് ഇതിനെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിരത്തിയിടും. ഓരോ ട്രേയിലും 45 കിലോഗ്രാം വരെ ആക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെയുള്ള ട്രേസിനെ സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കും.
അടുക്കി വെച്ചിട്ട് ബോട്ടം ട്രേ ഏറ്റവും താഴെയുള്ള ട്രേ എപ്പോഴും എംറ്റി ആയിരിക്കും, കാര്യം ഈ സ്വെറ്റ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടോപ്പ് മോസ്റ്റ് ട്രേയിൽ നമ്മൾ ബനാന ലീവ്സ് വെച്ച് പൊതിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. ഇതിങ്ങനെ പരത്തി നമ്മൾ ഇട്ടേക്കാണല്ലോ, കുന്നുകുട്ടിയല്ല ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ അതിനകത്ത് തന്നെ കാണും. അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 4 ദിവസം മതി ഇതിന്റെ ഫെർമെന്റേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട്. 5th ഡേ നമുക്കത് എടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ പീരീഡ് കുറവാണ്, അതുപോലെ ലേബറിന്റെ ആവശ്യമില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാനൊന്നും നമ്മൾ ലേബറിനെ വെക്കണ്ട. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത ഒരു മെത്തേഡാണ് ബാസ്ക്കറ്റ് മെത്തേഡ്. ബാസ്ക്കറ്റ് മെത്തേഡിൽ നമ്മൾ ബാംബു ബാസ്ക്കറ്റിനകത്ത് വെച്ച് ഫെർമെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനകത്ത് ബനാന ലീവ്സ് ലൈൻ ചെയ്തിരിക്കും, അതുപോലെ ബനാന ലീവ്സ് വെച്ച് തന്നെയാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഇത് ഇച്ചിരി ഉയരമുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ ഡ്രിപ്പിങ്സ്, അതായത് ഈ സ്വെറ്റിംഗ് സമയത്ത് ഉണ്ടാവുന്നത് താഴെ വീണ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിനും 6 ദിവസമാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ 4 മെത്തേഡ് നോക്കുന്നതിൽ ഏറ്റവും നല്ലതായിട്ട് കണ്ട മെത്തേഡ് ട്രേ മെത്തേഡാണ്. പെട്ടെന്ന് കഴിയും, 4 ദിവസം കൊണ്ട് കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി എങ്ങനെ നമുക്ക് ഒരു എൻഡ് പോയിന്റ് ജഡ്ജ് ചെയ്യാം? അതായത് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചെങ്കിലും ഇത് കഴിഞ്ഞു, ഫെർമെന്റേഷൻ തീർന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. നല്ല ഫെർമെന്റഡ് ആയിട്ടുള്ള ബീൻസ് എപ്പോഴും നല്ല പ്ലംപ് ആയിട്ടായിരിക്കുന്നത്, നല്ല റെഡിഷ് ബ്രൗൺ കളറിൽ അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണാം. അതുപോലെ അതിന്റെ ടെസ്റ്റ ഇങ്ങനെ ലൂസായി ഇരിക്കുന്നത് കാണാൻ പറ്റും. അതിനെടുത്തൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ബ്ലീച്ച്ഡ് ഒരു അപ്പിയറൻസ് ആണ്. അതിന്റെ നടുക്ക് ഒരു ബ്രൗൺ റിങ് കാണും. അല്ല അല്ല തിരിച്ചാണ്. അതായത് ബ്രൗൺ റിങ് പുറത്തും അകത്ത് ഇങ്ങനെ ബ്ലീച്ച്ഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ്. ഇതാണ് അതിന്റെ ഒരു എൻഡ് പോയിന്റ് പറയുന്നത്. അതുപോലെ ഷെൽ സർഫസ് നല്ല റെഡിഷ് ബ്രൗൺ കളർ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു 50% ബീൻസും നമ്മളൊരു ലോട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഒരു 50% ബീൻസും ഇങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ നമുക്കിത് ഫെർമെന്റേഷൻ തീർന്നു എന്ന് വിചാരിക്കാം. ഇനി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഏത് ക്ലൈമറ്റിലാണ് ഇത് ചെയ്യുന്നത്, അതുപോലെ ഏത് റൈപ്പനിങ് സ്റ്റേജിലാണ് ഇത് ഹാർവെസ്റ്റ് ചെയ്തത്, പിന്നെ ഏത് വെറൈറ്റിയാണ് ഉപയോഗിച്ചത്, അതിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറും. ഇനി വരുന്നത് ബീൻ മെച്ചുറേഷൻ. അതായത് നമ്മള് ഈ ആസിഡ് ഉണ്ടാവും എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഫെർമെന്റേഷൻ സമയത്ത്? അപ്പൊ ഫെർമെന്റഡ് ബീൻസിൽ നിന്ന് ആസിഡിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബീൻ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആസിഡിനെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലപോലെ എയർ സപ്ലൈ ചെയ്യും, നല്ല എയർ സപ്ലൈ ചെയ്യും. അപ്പം ഇതിനകത്ത് എന്തൊക്കെയാ, അതായത് മെച്ചുറേഷനും ഓരോരോ ടൈപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരെണ്ണമാണ് ബോക്സ് മെച്ചുറേഷൻ. ബോക്സിലുള്ള മെച്ചുറേഷൻ ആണ്. അതായത് എക്സ്ട്രാ മിക്സിംഗ് ഓഫ് ബീൻസ് കെപ്റ്റ് ഫോർ ഫെർമെന്റേഷൻ ഓൺ ദി 6th and 7th days എന്നാണ് പറയുന്നത്. അതായത് ഫെർമെന്റേഷൻ കഴിഞ്ഞിട്ടും അതിനെ ബോക്സിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആവും, നല്ലപോലെ എയർ സപ്ലൈ കിട്ടുമല്ലോ. അതുപോലെ ഡ്രയർ മെച്ചുറേഷൻ ഉണ്ട്. ഡ്രയർ മെച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫോഴ്സ്ഡ് എയർ അതിനകത്തോട്ട് പമ്പ് ചെയ്ത് കൊടുക്കും പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതാണ് ബീൻ മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ 2 പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മെത്തേഡാണ് ഡ്രൈയിങ്. അടുത്ത പ്രോസസ്സാണ് ഡ്രൈയിങ്. ഡ്രൈയിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഗ്രാജുവലിയും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടും ഡ്രൈയിങ് ചെയ്യാറുണ്ട്. സാധാരണയായി സൺ ഡ്രൈയിങ്ങും ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങും ചെയ്യും. സൺ ഡ്രൈയിങ് എന്ന് പറയുമ്പോൾ ഒരു 4-5 ദിവസം നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടെമ്പറേച്ചർ കൊടുക്കുക. ഒരു 60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാക്സിമം ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റുന്നത് ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ് ആണെങ്കിൽ. ഇനി ഇങ്ങനെ കിട്ടിയ നല്ല ഡ്രൈ ആയിട്ടുള്ള ബീൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. അത് പോളിത്തീൻ ബാഗ്സിലാക്കിയിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ മോയ്സ്ചർ 7.5% ആണ്. 7.5% കൂടാൻ പാടില്ല. ഇപ്പൊ കിട്ടിയ ബീൻസിനെ നമ്മൾ ഗ്രേഡ് ചെയ്യും. അതായത് ഇങ്ങനെയും എക്സ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല റൗണ്ട് ആയിട്ടുള്ള ഷേപ്പ് ഉള്ള സീഡ് കോട്ട് പൊട്ടാത്ത നല്ലതായിട്ടുള്ള ഡാമേജ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളെയാണ് ഗ്രേഡ് ചെയ്യുന്നത്. അതിന് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ ഉണ്ട്. അത് കളറിനനുസരിച്ചാണ് ഗ്രേഡ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ കളറിനനുസരിച്ച്. പിന്നെ ഈ ക്വാളിറ്റി ഒക്കെ നല്ലപോലെ ചെക്ക് ചെയ്യും. മറ്റു ഡാമേജ് വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ബീൻസ് അതിനെ ഒന്നും എടുക്കില്ല.